മാനവമൈത്രിയുടെ സന്ദേശം പകർന്നു നൽകുന്ന പ്രസിദ്ധമായ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ എരുമേലിയിൽ പുരോഗമിക്കുന്നു. അമ്പലപ്പുഴ ഭഗവാൻ ഉച്ചപൂജ കഴിഞ്ഞെത്തുന്നു എന്ന വിശ്വാസം അടിസ്ഥാനമാക്കി ഉച്ചയോടെ ആകാശത്ത് ശ്രീകൃഷ്ണപരുന്ത് പറന്നതിന് ശേഷമായിരുന്നു സംഘത്തിന്റെ പേട്ടതുള്ളലിന് കൊച്ചമ്പലത്തിൽ നിന്നും തുടക്കമായത്. തിടമ്പേറ്റി ഗജവീരനോടൊപ്പം അമ്പലപ്പുഴ സംഘം വാവരുസ്വാമിയെ ദർശിക്കാൻ നൈനാർ മസ്ജിദിൽ പ്രവേശിച്ചു. വാവരുടെ പ്രതിനിധി ആസാദ് താഴത്ത് വീട്ടിലിന്റെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ സമൂഹ പെരിയോറൻ ഗോപാലകൃഷ്ണപിള്ളയെയും സംഘത്തെയും പുഷ്പവൃഷ്ടിയോടെയാണ് നൈനാർ പള്ളിയിൽ സ്വീകരിച്ചത്. തുടർന്ന് വാവരുസ്വാമിയുടെ പ്രതിനിധിക്കൊപ്പം സംഘം വലിയമ്പലത്തിലേക്ക് പോയി. അതേസമയം മകരസംക്രമ ദിനത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര നാളെ ഉച്ചയ്ക്ക് പന്തളത്ത് നിന്നും ആരംഭിക്കും. ചൊവ്വാഴ്ച വൈകിട്ട് ഘോഷയാത്ര സന്നിധാനത്തെത്തും. അന്നേ ദിവസം രാവിലെ 8:45-നാണ് മകരസംക്രമ പൂജ. വൈകിട്ട് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. മകരവിളക്കിനോടനുബന്ധിച്ച് ഇന്നു മുതൽ 14 വരെ കാനനപാത വഴിയുള്ള യാത്രാ നിയന്ത്രണങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവർക്ക് ഇളവ് അനുവദിക്കും. എരുമേലി മുക്കുഴി കാനനപാതയിലൂടെ തീർത്ഥാടകരെ കടത്തിവിടും. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാത്ത ഭക്തർക്ക് ഇളവ് അനുവദിക്കില്ലെന്നും സ്പോട്ട് ബുക്കിംഗ് നിലയ്ക്കലിൽ നിന്ന് മാത്രമായിരിക്കും ലഭ്യമാകുക എന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു.